ഇവിടെ ഇപ്പൊ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇന്നലെയും എനിക്ക് നല്ല സൺഗ്ലെയർ വരുന്നു അവിടെ കണ്ണും മഞ്ഞളിക്കുന്ന പോലെയുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഉണ്ടല്ലോ ഇവിടെ നല്ല ചൂടായിരുന്നു. പക്ഷെ ഇന്ന് അത്രയ്ക്ക് ചൂടില്ല കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമുക്ക് ഈ സമയമാകുമ്പോൾ സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടായിരുന്നു. നാട്ടിൽ ചില സമയത്ത് നല്ല ചൂട് വരില്ല, അങ്ങനത്തെ ചൂടായിരുന്നു. പക്ഷെ ഇവിടെ സമ്മറൊക്കെ ആകുമ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ചൂട് വരില്ല കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂട് വന്നാലും ആ ദിവസങ്ങളിൽ തന്നെ മിക്കപ്പോഴും അങ്ങനെ മഴ പെയ്യാറുണ്ട്. മിഞ്ഞാന്ന് നല്ല ചൂടുണ്ടായിരുന്നു, ഇന്നലെയും ചൂടുണ്ടായിരുന്നു. അതില്ലാണ്ട് ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും മഴ പെയ്തു. എനിക്ക് തോന്നുന്നു ഇവിടെ മരങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കാറുണ്ട് നാട്ടിലായിരുന്നാലും കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നാട്ടിൽ അങ്ങനെ ചൂട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാണ്ട് ചിലപ്പോൾ ഒരു മാസം വരേക്കും അങ്ങനെ നിൽക്കില്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വലിയൊരു കാര്യമാണ് ഞാൻ നോക്കിയിട്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ പുല്ലൊക്കെ ആയിരുന്നാലും നമ്മൾ എത്ര നനച്ചാലും ഭയങ്കര ചൂട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യണ ഒരു തണുപ്പ് അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ അങ്ങനെ കരിഞ്ഞൊന്നും പോകാണ്ട് അങ്ങനെ നല്ല ഭംഗിയിൽ പച്ചപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇത് കണ്ട ഇതുമ്മ നിറച്ച് ഇത് ആ വെള്ളപ്പൂ ഉണ്ടാവണത്. ഇതുമ്മ ശരിക്കും പൂ ഉണ്ടായി കഴിഞ്ഞാലാട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവുക. ഇതുമ്മ എല്ലാത്തുമേ നിറച്ച് മുട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് വിരിയും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച തന്നെ ഇതിൻ്റെ ചിലതുമ്മ അവിടെ ചെറുതായിട്ട് പൂവൊക്കെ വിരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച തന്നെ ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് വിരിയുമെന്ന് തോന്നണം. പിന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ കിളികൾ, ഞാൻ പറഞ്ഞില്ലേ സമ്മറായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും കിളികൾ കേട്ടോ. പക്ഷെ നമ്മളിവിടെ വീട് വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ കിളികളൊന്നും ഇല്ല. കിളികൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ സാധാരണ അങ്ങനെ വരുന്ന പോലെ വല്ലപ്പോഴൊക്കെ അങ്ങനെ വരുള്ളൂ. ആസ്പിൻ നീ എപ്പോഴും എത്തിയേ? ഓക്കെ ഞാൻ പോരാ. നിയ വന്നിട്ടുണ്ട്. അപ്പോൾ ആസ്പിൻ സാധാരണ പുറത്തേക്ക് ഇറങ്ങാറില്ല. കാരണം ആസ്പിന് ഭയങ്കര പേടിയാണ്. ആ ബ്ലൂജ എന്ന് പറഞ്ഞാൽ ആ കിളി ഉണ്ടല്ലോ, ആ കിളി കിടന്നിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക. അവരുടെ കുഞ്ഞുങ്ങളെ കൊത്തിച്ചിറക്കിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ്പിന പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിളികളെല്ലാവരും കൂടിയിട്ട് ആസ്പിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ പക്ഷേ ചിമ്പുമാണ് അതിൻ്റെ കുഞ്ഞുങ്ങളേക്ക് നമ്മൾ മരത്തിൻ്റെ മുകളിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, അവനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ആസ്പിൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കിളികൾ മൊത്തം ആസ്പിൻ്റെ പിന്നാലെയുണ്ട്. ആസ്പിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഉപദ്രവിക്കത്തില്ല, ഒരു കിളീനെ പിടിക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ 2 ദിവസം എത്തിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്നിപ്പോൾ നിയ വന്നിട്ടുണ്ട്. നിയ വന്നത് എന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ, അലീനോട് ഇല്ലയെന്ന് പറഞ്ഞില്ലേ. അലീന സൗത്ത് ആഫ്രിക്കയിൽ പോയേക്കാണെന്ന് പറഞ്ഞത്. നീനയുടെ ഗ്രാജുവേഷനാണ് നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിയ വന്നിട്ടുണ്ട്. പിന്നെ അപ്പം അങ്ങനെ കുറേ കിളികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. അവിടെ കണ്ടമാനം കിളികൾ നമ്മൾ തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ കിളികൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ചെടികളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നുണ്ട്, ഡാലിയൊക്കെ. അതുമേക്കും പൂവൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. ഡാലിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, നിറച്ച് മുട്ടുണ്ട്, കുറേ പൂവുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു തോട്ടമുണ്ട്, അതുമേ ചിലതുമേക്ക് ഡാലിയ പൂവിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ നമ്മളൊരു പുതിയ തോട്ടം ഉണ്ടാക്കിയില്ല. ഈ പ്രാവശ്യം നമ്മൾ 2 തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എന്നാലും നമ്മൾ നിറച്ചും ഡാലിയും സീനിയും നട്ടിട്ടുണ്ട്. ആ ഡാലിയമ്മയ്ക്ക് നിറച്ചും വിട്ടിട്ടുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ പച്ചക്കറികളൊക്കെ അങ്ങനെ വലുതായി വരുന്നുള്ളൂ. കഴിഞ്ഞ 2 ദിവസം നല്ല ചൂടാന്ന് പറഞ്ഞില്ല. അതിന് മുമ്പത്തെ ദിവസങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങനെ ഒരു ചൂടൊന്നും വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എത്ര ചൂട് വന്നാലും ഉണ്ടല്ലോ, ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടേക്ക് നിറച്ച് ഈ മരങ്ങളുള്ളതുകൊണ്ട് രാത്രിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ സമ്മറൊക്കെ ആകുമ്പോഴായിരുന്നാലും ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ചുറ്റും നിറച്ച് മരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനൽ തുറന്നിട്ടിട്ടൊക്കെ കിടക്കാം. രാത്രി ആകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, AC-യുടെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഒരു കോഴി പൊരുത്താൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ നാടൻ കോഴികളുള്ള സാധാരണ പൊരുത്തുക. ഇപ്പോഴത്തെ കോഴികളൊന്നും അങ്ങനെ പൊരുന്തിയിട്ട് അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ മുട്ടയെങ്കിലും നമുക്കങ്ങനെ കൊത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കുഞ്ഞുങ്ങളൊന്നും വിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധാരണ പറ്റാറില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ ഒരു കോഴി പൊരുന്താൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു താറാവ് പൊരുത്താൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് നമ്മൾ മുട്ട അട വെച്ചിട്ട് നിങ്ങൾ ഓർക്കണില്ല, ഒരു കുഞ്ഞിനെ വിരിയിച്ചിട്ടുണ്ടായിരുന്നു. ആ കോഴിയാണ് ഇരുന്നുണ്ടെങ്കിൽ ഞാൻ മുട്ട ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോഴീനെ കോഴിയുടെ മുട്ടേനെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കാണ് അതിൻ്റെ പേര് സെറാമ എന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് അതാന്ന് തോന്നുന്നു, സെറാമ, CRMA, സെറാമ. ആ കോഴിയാണ് ഇപ്പം ഓൺലൈനിൽ വെച്ച് ഈ ലോകത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ കോഴി. അതിൻ്റെ മുട്ട നമ്മുടെ സാധാരണ കോഴിമുട്ടയുടെ പകുതി ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ മറ്റേ കുയിലിൻ്റെ കാടയുടെ മുട്ട അതിലും കുഞ്ഞിതാണ്, അതിലും ഒരു പൊടിക്ക് വലുതായിരിക്കും. അപ്പോൾ ഞാൻ eBay എന്നാണ് വാങ്ങിച്ചത്. ആമസോണിലും മുട്ടകളൊക്കെ
നമുക്ക് കൊത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഹാച്ചിങ്ങിന് പറ്റിയ മുട്ട കിട്ടും. പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇഷ്ടം, ആമസോണിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ഈബേന്ന് വാങ്ങാൻ തന്നെ. അപ്പം ഞാൻ ഈബേന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അവർക്ക് നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോഴി ഇങ്ങനെ പൊരുതാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ എത്രയും വേഗം നമുക്ക് അയച്ചു തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പൈസ നമ്മൾ അയാളോട് പൈസ നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് അടച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവർ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് സാധനം നമുക്ക് മുട്ട കിട്ടിയിട്ടാണ്. അപ്പോൾ അത് കോഴിക്ക് വെക്കണം. അതിൻ്റെ മുട്ട ഞാൻ നിങ്ങളെ കാണിക്കണ്ട. പിന്നെ ഇപ്പോൾ ഇവിടെ വെക്കേഷനാണല്ലോ, അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഈ സമയത്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ സമയത്താണല്ലോ നമ്മുടെ ചെടികളൊക്കെ പച്ചക്കറികളും എല്ലാം വലുതാവുന്ന സമയം. പക്ഷെ നമ്മുടെ ടിക്കറ്റ് നമ്മൾ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ആ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയ്ക്കാണ് ഓർത്തുണ്ടായിരുന്നില്ല. പിന്നെ ഈ സമയമാണല്ലോ, വെക്കേഷൻ്റെ സമയമൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നാട്ടിൽ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ പുതിയ വീട് പണിത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഇന്നവിടെ പോയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എല്ലാവരും കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടു. അതിൻ്റെ ടിക്കറ്റ് നമ്മൾ നീയൊക്കെ എന്തായിരുന്നാലും ഈ സമയത്ത് വരാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. പക്ഷെ നീയ ഈ കഴിഞ്ഞ ഡിസംബറിൽ പോൾസേൻ്റെ നാട്ടിൽ പോയപ്പോൾ പോൾസേൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ നീയ്ക്ക് വരാൻ വേണ്ടി പറ്റാമെന്ന് വെച്ചാൽ നീയെ കൂടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നീയയ്ക്ക് ബുക്ക് ചെയ്തില്ല, ബാക്കി നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അലീനയ്ക്ക് അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ പോകേണ്ടി വന്നപ്പോൾ അവളുടെ ടിക്കറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാനും പോൾസേനും നീനയും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോകുന്നത്. പക്ഷേ ഈ സമയമായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മൾ ചെടികളൊക്കെ നട്ട് ഈ ചെടികളൊക്കെ ഇങ്ങനെ വലുതായി വരുന്ന സമയം ഇങ്ങനെ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സമയത്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒട്ടും ഇഷ്ടമില്ല. കുറച്ച് ഇവിടെ വിൻ്ററൊക്കെ ആകുമ്പോൾ പോയതിൻ്റെ കുഴപ്പമില്ല. കാരണം നമുക്ക് ചൂട് നമുക്ക് അധികം നാളില്ലല്ലോ, നമുക്ക് ഇവിടെ 3 മാസമല്ലേ ഇവിടെ ചൂടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ നമുക്ക് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ, പിന്നെ എന്തായിരുന്നാലും നമുക്ക് പോകണമല്ലോ. നമ്മൾ അധികം ദിവസം ഇല്ല നാട്ടിൽ. നമുക്ക് നാട്ടിൽ നമ്മൾ ഒരു 20 ദിവസമൊക്കെ നമ്മൾ നാട്ടിലുള്ളൂ. പക്ഷെ നമ്മൾ പോയി വരുമ്പോഴേക്കും എന്തൊക്കെ ആവാമെന്ന് അറിയില്ല. കാരണം ചെടികളൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, എപ്പോഴും നമ്മൾ നനയ്ക്കണം, പിന്നെ പുല്ല് പറിക്കണം. ഞങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാ ചെടികളുടെ അടുത്തുനിന്ന് പുല്ല് പറിക്കലൊക്കെയാണ്. കാരണം ഇപ്പോൾ കോഴികളൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കിടത്തി വിടുന്നില്ല. കോഴികളുണ്ടായിരുന്നപ്പോൾ അത്രയ്ക്ക് പുല്ലുണ്ടായിരുന്നില്ല കേട്ടോ. കോഴികളൊക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കിടക്കാത്തത് കൊണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ചെടിയും ഉണ്ടാവില്ല, പുല്ലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒട്ടും ഇങ്ങനെ കോഴികളൊന്നും പുല്ല് കഴിക്കുന്നില്ല, നിറച്ചും പുല്ല് വരാൻ. നമ്മളൊരു 3-4 ദിവസം കൂടുമ്പോൾ ഓരോരോ സ്ഥലത്തു നിന്ന് പുല്ല് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ചെടി കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ പുല്ല് വന്നെന്ന് അറിയുമെന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെയൊക്കെ പോകണം നാട്ടിലെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങളുടെ എല്ലാ വീഡിയോയ്ക്ക് ഇടുന്ന കമൻസുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ അത്രയ്ക്ക് നമ്മൾ അങ്ങനെ റിപ്ലൈ തരാൻ വേണ്ടി എനിക്ക് സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല. എന്നാലും ഞാൻ എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചില വീഡിയോയിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് കാണിക്കുന്നു. ഫ്രണ്ട് നമ്മൾ കാണിക്കാറുണ്ട്, പക്ഷേ നമ്മുടെ വീടിൻ്റെ ആ ഫ്രണ്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് മരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെടികളൊന്നും വെച്ചാലും ഒന്നും പിടിക്കില്ല, കാരണം തീരെ സൂര്യപ്രകാശം അങ്ങോട്ടേക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീടിൻ്റെ ബാക്കിലാണ് ചെടികൾ എല്ലാ സാധനങ്ങളും വെച്ച് പിടിപ്പിക്കുക. എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത്രയ്ക്ക് അധികം ചെടികളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും വീടിൻ്റെ ബാക്കിയാടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടാവുന്നത്. ഇവിടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. നാട്ടിൽ നമ്മൾ ചെടികളും പൂന്തോട്ടങ്ങളും എല്ലാവരും നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് കൂടുതലും നമ്മൾ ഫ്രണ്ടിലാണല്ലോ, ബാക്കിലേക്ക് നമ്മൾ അത്രയ്ക്ക് അധികം വെച്ച് പിടിപ്പിക്കാറില്ലല്ലോ. പക്ഷെ ഇവിടെ നേരെ വിപരീതമാണ്. അത് എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും കൂടുതൽ സമയം ഞങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങോട്ടേക്കാണ് ഇതിൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ നടന്നത്. അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും കൂടുതൽ സമയം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് യാർഡിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ ചെടികളൊക്കെ ആയിരുന്നാലും എല്ലാ സാധനവും നമ്മൾ കൊണ്ടുവന്നിട്ട് ബാക്കിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും വീടിൻ്റെ ബാക്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും ഫ്രണ്ടിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ആരെയും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ട് കാണിക്കുന്നത്. ഫ്രണ്ടിൽ അങ്ങനെ കാണിക്കാറുണ്ട്, ചില വീഡിയോയിലൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഫ്രണ്ടിൽ കൂടെ നമുക്കൊരു മെയിൻ ഡോറിൽ കൂടെ നമ്മളങ്ങനെ കയറലും വരലും കുറവാണ്. നമുക്ക് അതിൻ്റെ സൈഡിൽ വേറെ ഒരു ഡോറുണ്ട്, അതിൽ കൂടെയും നമ്മൾ കയറാം. അതായത് നമ്മൾ ഇതിലെയാണ് നമ്മൾ കയറാം. ഏറ്റവും ഫ്രണ്ടിലേക്ക് നമ്മൾ അതിലിറങ്ങലും കുറവാണ്. പിന്നെ പോസ്റ്റ്മാനും അവർ എന്തെങ്കിലുമൊക്കെ കൊരിയർ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെയാണ് അവരാണ് അതിൽ കയറിയിട്ട് വന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും വീട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ഭംഗിയുണ്ടാവില്ല. എല്ലാവരും വീടിൻ്റെ ബാക്കിലായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭംഗിയുണ്ടാവുന്നത്. പിന്നെ
പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ എൻ്റെ കോഴിക്ക് എനിക്ക് മുട്ട അട വയ്ക്കണം. പിന്നെ കിളികളെ കാണിക്കാം. ഒരുപാട് കിളികളുണ്ട്, നല്ല ഭംഗിയാട്ടോ. എന്ത് രസമെന്ന് അറിയാം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല രസമായിട്ടുണ്ട്. നീയ വന്നിട്ടുണ്ട് അവിടെ ചെല്ലട്ടെ. അവൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് ഞാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ സമയം കാണുമ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. കറിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. മീനൊക്കെ ഇട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. കറി വെക്കണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. കിളികൾ കിടന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ പൂ വിരിയട്ടെ. ഞങ്ങൾ നാട്ടിലേക്ക് പോണതിന് മുമ്പ് ഇത് വിരിയും തോന്നണം. കാരണം ഇത് പെട്ടെന്ന് വിരിയും. കുട്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ. പിന്നെ മുന്തിരിയൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ നിൽക്കും. അപ്പോൾ ഒരു കേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു വേപ്പെണ്ണ, അത് നീം ഓയിൽ നമ്മൾ അടിച്ചിട്ട് ഇപ്പം അതൊന്നും അങ്ങനെ പ്രാണികളൊന്നും കാണുന്നില്ല. കുറച്ച് ഉഷാറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കോഴിക്ക് ഞാൻ മുട്ട അട വയ്ക്കട്ടെ. കാരണം നേരത്തെ പിന്നെ ഇതിൻ്റെ മുട്ട 18-19 ദിവസത്തിനുള്ളിൽ വിരിയും. നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞിട്ടായിരിക്കും വിരിയുക. പക്ഷെ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് നീ എവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. പിന്നെ കിളികളൊന്നും പറഞ്ഞു. ഓക്കെ.
നിൽക്കുന്നു. അതാട്ടോ അതിൻ്റെ ആൺകുട്ടി. ആൺകുട്ടി പിന്നെ നമ്മുടെ ഇത് പുതിയ ഈ വർഷം നമ്മൾ പുതിയത് ഉണ്ടാക്കിയ നമ്മുടെ തോട്ടാട്ടായി. അപ്പം ഞാൻ നിറച്ചും ഡാലിയ നട്ടിട്ടുണ്ടായിരുന്നു മണ്ണിൽ. ഡാലിയാണ് അതാണ് പൂവാക്കി വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിരിഞ്ഞ് വരണമല്ലോ കേട്ടോ. ഒന്ന് ഭംഗിയല്ലേ ആ പൂ കാണാൻ വേണ്ടിയിട്ട്. നിറച്ചും മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു വൈറ്റ് ഫ്ലവർ കേട്ടോ. അതും ഞാൻ കുറേ നട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ പൂക്കളൊക്കെ വലിയ ഇഷ്ടം. എല്ലാ ഡാലികയും വേണ്ട മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വിരിഞ്ഞ് വരണം. ഇതുണ്ടല്ലോ ഇവിടെ 2 കോല് വെച്ചേക്കുന്നുണ്ട്. നമ്മുടെ കോഴികളെ അയച്ചിടുമ്പോൾ ഇത് വലിയ ചട്ടിയാണല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറി മാന്തൂന്ന് മാന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കോഴിനെ അയച്ചിടുമ്പോൾ ഞാൻ ഈ കോല് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടം വയ്ക്കും. അപ്പോൾ അവർക്ക് കയറി മാന്താൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ 10 മണിയൊക്കെ നോക്കിയിട്ട് എല്ലാവരും വലുതായി വരണുള്ളൂ കേട്ടോ. നിറച്ചും പൂവുണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് നമ്മുടെ വേറൊരു തോട്ടം കിളികളെല്ലാം കൂടിയിട്ട് കിടന്നിട്ട് ഭയങ്കര കരച്ചിലാട്ടോ. കാരണം കുഞ്ഞുങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ടേ. എല്ലായിടത്തും കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കരച്ചില്ല. ഇത്
നമ്മുടെ വേറെ ഡാലി തോട്ടായിരുന്നു. നമ്മൾ ഈ വർഷം പുതിയതുണ്ടാക്കിയത് മരമൊക്കെ വെച്ചടിച്ചത്. ഇതൊക്കെ പ്രോത്സാഹനം ചെയ്തു തന്നിട്ടാട്ടോ എനിക്ക്. തോട്ടം ഉണ്ടാക്കിയത് ഞാനാണ്. മരത്തിൻ്റെ പണികളൊക്കെ ചെയ്തു തന്നത് പ്രോത്സാഹനം. നല്ല രസമായിട്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ചും ഡാലികയും സീനികയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുമേ എന്താണെന്ന് നോക്കിക്ക്, ഇതിമ്മ പറഞ്ഞൊക്കെ വീരുടെ എന്ത് ഭംഗിയുള്ള കളറാന്ന് നോക്കിക്ക്. കുറേ മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വരപ്പ് ഉണ്ടായിരുന്നു. നല്ല രസമല്ലേ കളർ കാണാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാവരും ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ. കാരണം കുറേ നട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ. പക്ഷെ പൂവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളത്. അതൊക്കെ സീനി കേട്ടോ. അവിടെ വേറെ റോസ് നിൽക്കണ നോക്കിക്കേ, അത് നല്ല ഭംഗിയുള്ള റോസാട്ടോ. പക്ഷെ അത് അതിൻ്റെ ഉള്ളിൽ പെട്ടേക്കണ തന്നെ. അതിന് അത്രയ്ക്ക് അങ്ങോട്ട് വലുതാവാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത് ഞാൻ ഓസ്റ്റിൻ റോസിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. അത് ശരിക്കും കൊല കൂട്ടി നിറച്ചും പൂവുണ്ടാവും. പക്ഷെ അവിടെ നിറച്ചും വേറെ ചെടികളൊക്കെ വന്ന് തിങ്ങി നിറങ്ങിയിട്ട് കിളികളെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഒക്കെ ആ മരത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കരച്ചിലോട് കരച്ചിൽ. പിന്നെ എന്താ ഇവിടെ ഈ വീടിൻ്റെ 2 സൈഡിൽ നമ്മൾ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ചും സീനിയാണ് ഞാൻ നട്ടേക്കുന്നത്. മെയിനായിട്ടുള്ള വേറെ ഡാലിയത്തോട്ടം എന്താ അവിടെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ പൂവുണ്ടായി വരുന്നുള്ളൂ. പൂവുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം. പൂ വിരിഞ്ഞ് വരുന്നുണ്ട്, മുട്ടയ്ക്കായിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 പഴങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രസിമോൺ എന്ന് പറഞ്ഞിട്ടൊരു പഴം ഉണ്ടല്ലോ, അത് അതിൻ്റെ ചെടിയാണ് നിൽക്കുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. ഈ വർഷം ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടെ നമ്മുടെ മുരിങ്ങ നമ്മൾ പറിച്ച് നട്ടിട്ടുണ്ട്. തണുപ്പോടൊന്നും പോകില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്ത് വെച്ചേക്കായിരുന്നു. പൂവുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഒക്കെ കാണുമ്പോൾ ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഒന്നിനും ഒരു പൂവായിട്ടില്ലല്ലോ. ആ പ്രസിമോൺ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. പിന്നെ നമ്മുടെ പച്ചക്കറി തോട്ടം, അതിനകത്ത് നമ്മൾ നിറച്ചും പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അധികം ചൂടൊന്നും ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 42 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു. കൊച്ചിനെ ആരാ ഓടിക്കണമെങ്കിൽ വാ, നമുക്കിന്ന് അവരെ ശരിയാക്കണമെങ്കിൽ വാ മോനെ. മോനെ പുറത്തേക്ക് ഇറക്കാണ്ട്. ഇതാ